അനിയം കൊളാബായിരിക്കും ജുജുട്സു കൈസനായിട്ട്. ഗെയിമിൽ യോജി ഇച്ചാദോരിയുടെ ബണ്ടിൽ വരും. പിന്നെ ഒരു ലുക്ക് ചേഞ്ചർ അനിമേഷൻ, സുഗുണയുടെ ഒരു ഫിംഗർ ഉണ്ട് ഗൈസ്, അതിന്റെ നൈഫിന്റെ സ്കിന്ന്, ഇതിന്റെ കൂടെ റുക്കാജോയുടെ ബണ്ടിൽ, കൊളാബറേഷൻ എന്ന് വരും. പിന്നെ എന്തൊക്കെ നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല ഫ്രീ ഫയർ എക്സ് വൺ പീസ്, ഫ്രീ ഫയർ എക്സ് ഡ്രാഗൺ ബോൾ, ഫ്രീ ഫയർ എക്സ് ബെൻടൺ, ഇതുപോലെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കൊളാബറേഷൻ ഇല്ല ഗൈസ്, അതിന്റെ കാര്യങ്ങൾ നോക്കാം. ഇത് മാത്രമല്ല ഷോളെ ഈവന്റ്, അതുപോലെ ഫ്രീ ഗ്ലൂ വാൾ സ്കിന്നിന്റെ ഈവന്റ്, മാജിക് ക്യൂബ് ഈവന്റ്, യൂണിവേഴ്സൽ റിംഗ് ഈവന്റ് കൺഫേം ആയിരിക്കുകയാണ്. തുടങ്ങിയ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട് ഗൈസ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. വീഡിയോ സ്കിപ്പ് അടിക്കാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഫ്രീ ഫയർ മനസ്സിലായി ഗൈസ്, നല്ല മാസ് കൊളാബറേഷൻ കൊണ്ടുവന്നാൽ ഇവന്മാർക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഗെറീന ഭാവിയിൽ നറൂട്ടോ പോലെ ഒരുപാട് നല്ല കൊളാബറേഷൻ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഫ്രീ ഫയർ ഫ്യൂച്ചറിൽ നമുക്ക് ഗെയിമിലേക്ക് നൽകാൻ പോകുന്ന കൊളാബറേഷൻ എന്തൊക്കെയായിരിക്കും നോക്കാം. അപ്പോൾ ഈ ഫ്രീ ഫയർ ബെൻടനായിട്ട് കൊളാബറേഷൻ ഇല്ല ഗൈസ്, ഇത് ഓൾറെഡി അനൗൺസ്മെന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് എപ്പോൾ വരുന്നു ഗെറീന ഫ്രീ ഫയർ പറഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ അതിന് ലീക്ക് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ ബെൻടന് വേണ്ടി 3 ഐറ്റംസ് ഗെറീന ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം അവതാർ, പിന്നെ ഇമോട്ട് ഉണ്ട് ഗൈസ്, അതുപോലെ തന്നെ ഒരു ജേസി ഉണ്ട് ബെൻടന്റെ. 3 ഐറ്റംസ് ആണ് ഗൈസ് അപ്പോൾ നമ്മുടെ ഗെയിമിന്റെ ഫയലിലുള്ള. അപ്പോൾ ഇനി കൂടുതൽ ഐറ്റംസ് ഒക്കെ വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത OB 51 അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും എന്തായാലും നമ്മുടെ ഈ ബെൻടൻ കൊളാബറേഷൻ വരിക എന്നാണ് ഫ്രണ്ട്സ് കിട്ടിയ ലീക്ക്. അങ്ങനെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സർവേ വന്നിരുന്നു ഫ്രണ്ട്സ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ വരാൻ പോകുന്ന കൊളാബറേഷനെ കുറിച്ചിട്ടാണ്. ഗെറീന നമ്മോട് ചോദിച്ചിരിക്കുകയാണ് വിൻ ബ്രേക്കറായിട്ട് കൊളാബറേഷൻ നടത്തിയാൽ എങ്ങനെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ജുജുട്സു കൈസുല്ല ഗൈസ്, അതിനെ കുറിച്ചും ഗെറീന ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ വെച്ച് കാണാം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് GTA 5 കുറിച്ച്, അതുപോലെ തന്നെ മൈൻക്രാഫ്റ്റ് വേണം, പിന്നെ റോബ്ലക്സ്, പിന്നെ സോളോ ലെവലിംഗ്, അതുപോലെ ഫ്രീ ഫയർ എക്സ് ഡ്രാഗൺ ബോൾസ് കൊളാബറേഷൻ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടത്, ഡ്രാഗൺ ബോൾസിൽ ഉള്ളത് ഏതൊക്കെ ബണ്ടിൽ വരും, പിന്നെ എന്തൊക്കെ അപ്ഡേറ്റ് വേണം തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻ ഗെറീന ചോദിച്ചിട്ടുണ്ട് ഡ്രാഗൺ ബോൾസിനെ കുറിച്ചിട്ട്. ഗെറീന അപ്പോൾ ഡ്രാഗൺ ബോൾസ് കൊളാബറേഷൻ നടത്താൻ ഒരുപാട് നോക്കുന്നുണ്ട് ഗൈസ്. അതുപോലെ തന്നെ ഗെറീന ഫ്രീ ഫയർ ലിസ്റ്റിൽ വേറെയും കൊളാബറേഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഫ്രീ ഫയർ എക്സ് വൺ പീസ്, അപ്പോൾ എന്തായാലും വൺ പീസർ കൊളാബറേഷൻ വരികയാണെങ്കിൽ പൊളിയായിരിക്കും ഗൈസ്, വളരെ മാസമായിരിക്കും. അപ്പോൾ ഗെറീന ഫ്രീ ഫയർ കൊളാബറേഷൻ നടത്താൻ പോകുന്ന ഇവരൊക്കെ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അതിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഞാൻ ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരല്ലോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊളാബറേഷനാണ് വേണ്ട ആവശ്യമുള്ളത്, അപ്പോൾ ആരെയാണ് ഗൈസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനിമ ഏതാണ് ഗൈസ്, എല്ലാവരും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. ദെൻ ഗൈസ് സെപ്റ്റംബർ 1 ഗെയിമിലോട്ട് ഒരുപാട് ഈവന്റുകൾ വരാൻ പോകുന്നുണ്ട്. സെപ്റ്റംബർ 1 മുതൽ 11 വരെ സെലിബ്രേറ്റ് 50 years ഓഫ് ഷോലെ എന്ന് പറഞ്ഞിട്ട് ഈവന്റ് വരും ഗൈസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഷോലെ അവതാർ, പിന്നെ ബാൻഡൊക്കെ ലഭിക്കാൻ പോകുന്ന ഒരു ഈവന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് 11 വരെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്ന, അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കും ഗൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗെയിമിലേക്ക് വരാൻ നേരത്ത് എങ്ങനെയുള്ള മിഷനാണ് നമുക്ക് കാണാൻ പറ്റും. BR റാങ്കിന്റെ പുതിയ സീസൺ വരും. അപ്പോൾ നമുക്ക് BR റാങ്ക് പുഷ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഈ ഒരു ഷോലെ മൂവിയുടെ ഹിന്ദി വോയിസ് പാക്ക്, പിന്നെ അതുപോലെ തന്നെ അടുത്ത ബോയാ പാസ്, അതുപോലെ ഷോലെ ഇമോട്ടില്ല ഗേസ്. ഇത് വരുന്ന 5-ാം തീയതി അല്ല ഗേസ്. അപ്പൊ നമുക്ക് സെപ്റ്റംബർ 1 തന്നെ വരുന്നുണ്ട്. ഇതൊരു ഫെയർഡ്വിലായിരിക്കും വരുന്നത്. ഈ ഒരു ഷോലെ ഇമോട്ടിന്റെ ഫെയർഡ്വിലായിരിക്കും ഈ ഒരു ഇമോട്ടുള്ള. അതിന് നമുക്കൊരു ഇവന്റ് ഉണ്ട് ഗേസ്. നമുക്ക് ചിലപ്പോൾ നമുക്കൊരു 50% ചാൻസ് ഉണ്ട് വരാനും വരാതിരിക്കാനും. കാരണം അപ്പൊ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ള ലീക്കാണ്. അപ്പൊ ഇത് കിട്ടുക ഈ ഒരു വെക്ടർ സ്കിൻ, അതുപോലെ തന്നെ ഗ്ലൂ വാൾ സ്കിൻ, പിന്നെ യൂണിവേഴ്സ് ടോക്കൺ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ടോക്കൺസ് ടു റെഡീം ഗ്ലൂ വാൾ, ഗൺ സ്കിൻ, റിംഗ് വൗച്ചർ. അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് ആ ഒരു ഈവന്റ്. ഈവന്റ് വരില്ല എന്ന് ചിലർ പറയുന്നുണ്ട്, ചിലർ പറയുന്നത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു 50% ചാൻസ് കൊടുക്കാം ഗൈസ്. വരികയാണെങ്കിൽ പൊളിയായിരിക്കും. കാരണം ഇവിടെ വെക്ടർ സ്കിന്ന് നല്ല അടിപൊളിയാണ്, അതുപോലെ ഗ്ലൂ വാൾ സ്കിന്നൊക്കെ ഫ്രീ കിട്ടുന്ന ഒരു ഇവന്റ് ആണ്. ഇപ്പൊ ഇത് വരികയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഗെയിമിൽ സെപ്റ്റംബർ 1 നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ബാൻഡ് കാണാൻ പറ്റും. അപ്പൊ സെപ്റ്റംബർ ഷോഡാന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലൂ വാൾ സ്കിന്ന്, പിന്നെ വെക്ടർ സ്കിന്നൊക്കെ ഉള്ള ഒരു ചെറിയൊരു മെഷീനൊക്കെ ആയിരിക്കും കിട്ടാൻ പോകുന്ന ഈവന്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഈവന്റ് വരാൻ ചാൻസ് ഉണ്ട് സെപ്റ്റംബർ 1. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ അതിന്റെ ഒരു ബാനർ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കിവിടെ നോക്കാം. ഇതിന്റെ പേരാണ് ഹിസ്പാനിക് എന്തോ ഹെറിറ്റേജ് മന്ത്. ഇവിടെ വരുമെന്ന് നമുക്ക് 100% കൺഫേം അല്ല, ബട്ട് ഇത് വരികയാണെങ്കിൽ പൊളിയായിരിക്കും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഷോള ഈവന്റ് ആരംഭിക്കും നമുക്ക് സെപ്റ്റംബർ 1. അപ്പോൾ ഇതിന്റെ കൂടെ ചിലപ്പോൾ നമുക്കൊരു ഈവന്റും കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ എന്താ ഹെറിറ്റേജ് മന്ത് ആണ് കേസ്. അപ്പോൾ ഇവിടെ ഫ്രീ കിട്ടുന്ന 7 യൂണിവേഴ്സൽ വൗച്ചർ ഉണ്ട്, പിന്നെ ഒരു ബണ്ടിലുണ്ട് കേസ്. അതുപോലെ തന്നെ ദീപാവലിയിൽ ഫ്രീ കിട്ടിയ ബണ്ടിലാണല്ലോ. പിന്നെ ഗ്ലൂ വാളിന്റെ സ്കിന്ന്, പിന്നെ ഫ്രീ മാജിക് ക്യൂബ്, അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ യോഗന്റെ സ്കിന്നൊക്കെ ഉണ്ട് 7 ദിവസത്തേക്ക് ട്രയലായിട്ട്. അപ്പൊ ഈ ഒരു ഫ്രീ ഇവന്റ് ബാൻഡ് കാണുമ്പോൾ നമുക്ക് ദീപാവലി ഇവന്റ് ഇല്ല കേസ്, അതുപോലെ തോന്നിക്കുന്നുണ്ട്. പല സെർവറിലും പല ഇവന്റ് ഇല്ല കേസ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഭായന്മാര് ചിലർ പറയുന്ന ഈ ഒരു ഇവന്റ് ചിലപ്പോൾ വേറെ സെർവറിലായിരിക്കാം. നമുക്ക് വരുന്നത് ദീപാവലി ഇവന്റിലായിരിക്കും ഇതുപോലെ റിവാർഡ്സ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും നോക്കാം കേസ്. അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. നമുക്ക് സെപ്റ്റംബർ 8, 7 ഇതിനിടയിൽ നമുക്ക് ബണ്ണി ബണ്ടിലെ റിംഗ് ഇവന്റ് വരുന്നുണ്ടായിരിക്കും. ഇത് വരുന്നതിന് 3 ദിവസം മുമ്പ് പ്രൈം ലെവൽ 7, 8 ഉള്ള പ്ലേയേഴ്സിന് നേരത്തെ തന്നെ ഇത് കാണാൻ പറ്റും. അപ്പോൾ പ്രൈം ലെവൽ 7, 8 ലെവലുള്ള പ്ലേയേഴ്സിന് നേരത്തെ തന്നെ ഫ്രീ ആക്സസ് കിട്ടും ഗൈസ് ഇത് കാണാനൊക്കെ ആയിട്ട്. ദെൻ ഗൈസ് ജുജുട്സു കൈസനായിട്ട് വരുന്ന കൊളാബറേഷൻ ഇല്ല ഗൈസ്. അത് എപ്പോഴാണ് വരുന്നത്, പിന്നെ ഏതൊക്കെ ബണ്ടിലാണ് കിട്ടുന്നത്, നമുക്ക് എല്ലാ വിശദ വിവരങ്ങളും നോക്കാം. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയാം ഗൈസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജുജുട്സു കൈസന കൊളാബറേഷൻ വേണമെന്ന് ഗെറീന ചോദിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് അപ്പോൾ നെക്സ്റ്റ് കൊളാബറേഷൻ ജുജുട്സു കൈസനോടൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലതാം സർവറിൽ ഗൈസ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു പ്ലെയർ ഒരു ചോദ്യം
ചോദ്യം ചോദിച്ചു ഗരീനയോട്. നെക്സ്റ്റ് കൊളാബറേഷൻ ഫ്രീ ഫയറിൽ ആരായിട്ടായിരിക്കും എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഫ്രീ ഫയർ ആണെങ്കിൽ ഈ പോസ്റ്റ് ഇട്ട് റിപ്ലൈ കൊടുത്തു. ഈ ഫോട്ടോ കാണിച്ചിട്ട് ഗസ് ചെയ്യാൻ പറഞ്ഞു ഫ്രീ ഫയർ. ഈ ഫോട്ടോ കാണുമ്പോൾ ആരായിട്ടാണ് ഗസ് തോന്നുന്നത്. അപ്പൊ ഈ ഫോട്ടോ കണ്ടിട്ട് കുറച്ച് പ്ലേയേഴ്സ് ഈ ഒരു അനിയമാന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ജുജുട്സു കൈസനിലെ മെയിൻ ക്യാരക്ടർ ആണ് ഗസ്. മറ്റൊരു ഫോട്ടോയും വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രീ ഫയർ എക്സ് ജുജുട്സു കൈസൻ. ഇപ്പൊ നിലവിൽ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് കൊളാബറേഷൻ ജുജുട്സു കൈസൻ ആയിട്ടായിരിക്കും. അപ്പൊ ഫ്രീ ഫയർ ഇപ്പൊ മറ്റുള്ള സെർവറിലാണെങ്കിൽ എല്ലാ സെർവറിലും ഇതുപോലെ പോസ്റ്റ് ഇട്ട് കൺഫേം ചെയ്തിട്ടില്ല. ഒട്ടും വൈകാതെ ഇതുപോലെ ഒരു പോസ്റ്റ് ഇടുമെന്ന് ഗൈസ്. അപ്പൊ എല്ലാവരും അറിയുമെന്നാണ് ഫ്രണ്ട്സ് ഇവിടുത്തെ ബായമാരെ ലിക്കേഴ്സ് ഒക്കെ പറയുന്നത്. സോ ജുജുട്സു കൈസനായിട്ട് ഗൈസ് അപ്പോൾ കൊളാബറേഷൻ വരികയാണ്. അപ്പൊ ഇതിലെ ബണ്ടിൽസിന്റെ പേരൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സ് അറിയിക്കും. അപ്പൊ ഏത് ബണ്ടിൽസ് ആണ് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. ഏതൊരു അനിയം ക്യാരക്ടറിന്റെ എവോ ബണ്ടിൽ വരും ഗൈസ്. അപ്പോൾ പിന്നെ അറിവിൽ അനിമേഷൻ പിന്നെ എൻട്രി അനിമേഷൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു എവോ ബണ്ടിൽ വരും ഗൈസ്. അതിന് കയ്യിലാണെങ്കിൽ എന്തോ ഒരു ഫയർ എഫക്ട് ഒക്കെ ഉണ്ട്. ഞാൻ ഈ അനിയം കാണാത്തതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും പേരറിയില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് അറിയിക്കുക ഇതൊക്കെ ആരാണ് ഗൈസ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഇതിൽ വില്ലുണ്ട്. അപ്പൊ വില്ലിന്റെ പേര് നിങ്ങൾ താഴെ കമന്റ് അറിയിക്കുക. അപ്പൊ എല്ലാം വരുന്നുണ്ടായിരിക്കും ആ ജുജുട്സു കൈസനിൽ. ഇതുപോലെ തന്നെ ഒരു അനിയമിലെ എന്തൊരു സുഗുണയുടെ ഒരു എന്തോ ഐറ്റം ഉണ്ട് ഗൈസ്. അത് ഒരു നൈഫിന്റെ സ്കിന്നായിട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഫോട്ടോ ലീക്കായ ഫോട്ടോ ആണ് ഗൈസ്. അപ്പൊ ഇത് വരുന്ന 100% കൺഫേം അല്ല ഗൈസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ലീക്ക് ആവുന്നുണ്ട്. ഇത് എന്നാണ് ഇപ്പോൾ വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇപ്പോൾ ഇത് അനൗൺസ്മെന്റ് നടത്തുകയാണെങ്കിൽ ഗരീന. അപ്പൊ നമുക്ക് എന്തായാലും ഒരു OB 51 അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും ഗൈസ് ഒരു കൊളാബറേഷൻ വരിക. സോ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ. അപ്പോൾ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന കൊളാബറേഷൻ പിന്നെ ഫ്രീ റിവാർഡ്സ് എല്ലാം ഇതൊക്കെയാണ്. സോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശം താഴെ കമന്റ് ബോക്സിൽ അയക്കുക ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ മൈ സൈനിങ് ഓഫ്.